13,000 20,000 ഒക്കെ അപ്രൂവ് ആയ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആണ്. അത്യാവശ്യം നല്ല റീച്ച് വരികയും ഒരുപാട് പേര് അപ്ലൈ ചെയ്യും, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ഫേക്ക് ആണെന്നൊക്കെ ചോദിച്ചാൽ. സോ ആപ്ലിക്കേഷൻ ഇപ്പോൾ വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ മൈ ഫ്ലോട്ട് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണിത്. നമ്മുടെ വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്തതിന് മുമ്പ് ചാനലിലുണ്ടായിരുന്നു, അത്യാവശ്യം റീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് പേര് വീഡിയോസ് റിമൂവ് ചെയ്തതിന് ശേഷം ഒരുപാട് പേര് ഈ ആപ്ലിക്കേഷന് വീഡിയോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. സോ ഈ ആപ്ലിക്കേഷൻ RBI അപ്രൂവ്ഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. 99,000 വരെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതും ആധാർ കാർഡ്, പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. പലർക്കും ഈ ആപ്ലിക്കേഷനിൽ അത് ഡൗട്ട് ഉണ്ടായിരുന്നു, ജെനുവിൻ ആണോ എന്നുള്ളത്. ജെനുവിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത്. സോ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാർഡ് പോയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക, തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എവിടെ നിന്നാണെങ്കിലും ലോൺ എടുക്കുക. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അതിനുമ്പായിട്ട് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. 1000 തൊട്ട് 99,000 വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 10 നമുക്ക് തിരിച്ച് അടവ് കാലാവധി 3 മാസം മുതൽ 12 മാസം വരെയാണ് വരുന്നത്. ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ 1-2 മാസമൊക്കെ ആയിരിക്കും മാക്സിമം വരുന്നത് കേട്ടോ. ഇൻട്രസ്റ്റ് നമുക്ക് അപ് ടു 3% വരെ നോർമൽ ലോൺ ആപ്ലിക്കേഷനിൽ വരുന്ന ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീസ് ആണെങ്കിലും ഒരു 6-7% വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻ കഴിഞ്ഞ 2024 ഡിസംബറിലാണ് ലോഞ്ച് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് 1.5 കൊല്ലമായിട്ടുണ്ട്. പ്ലേ സ്റ്റോർ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 12K റിവ്യൂവും അതിൽ 4.3 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. സോ റേറ്റിംഗ് ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. റിവ്യൂ നോക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത റിവ്യൂ ഉണ്ട്, പക്ഷേ കണ്ടിട്ട് പേടാന്ന് തോന്നുന്നു. എന്താണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിത് പഴയ സ്ക്രീൻ റെക്കോർഡാണ് കാണിക്കുന്നത്, അതുകൊണ്ട് വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിൽ നോക്കി കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാം. ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും, കാരണം ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. അതുകൊണ്ട് തന്നെ ഒരു 5-6 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. സോ ചിലപ്പോൾ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് നോക്കി കണ്ടുമൊക്കെ അപ്ലൈ ചെയ്യുക. ജസ്റ്റ് മൊബൈൽ നമ്പർ കൊടുത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക. OTP കൊടുത്താൽ മതി. ശേഷം പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ആധാർ കാർഡിൻ്റെ KYC OTP കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ശേഷം ഒരു സെൽഫി വെരിഫിക്കേഷനാണ്, സെൽഫിയും കൊടുത്തുകൊണ്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് അവിടെ കാണിക്കും, നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സ് കാര്യങ്ങൾ കാണിക്കും. അതെല്ലാം കറക്റ്റ് ആണോ നോക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ശേഷം അടുത്ത പേജിൽ അഡ്രസ്സ് കൺഫർമേഷൻ ചോദിക്കും. അതും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര്, അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ്, സാലറി ഡേറ്റ്, മാരിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ എത്ര സാലറി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും, വർക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഈ കാര്യങ്ങളെ കൊടുത്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ ലോൺ അപ്രൂവ് ആയില്ലോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് 13,200 ഇപ്പോൾ ഇതുപോലെ വെബ്സൈറ്റിൽ അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 24,000 അപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹയർ എമൗണ്ട് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വഴി നമുക്ക് വെരിഫൈ ചെയ്തുകൊണ്ട് ഹയർ എമൗണ്ട് വേണമെങ്കിൽ അൺലോക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടിയ എമൗണ്ടിനെ മതി എന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അടുത്ത പേജിൽ നമ്മുടെ അപ്രൂവ് ലോൺ എമൗണ്ടും ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ടും പ്രോസസ്സിംഗ് ഫീസും GSTയും അതേപോലെ ടെന്യൂർ ഫീസ്, ലെൻഡർ ആരാണ് പോലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കും. സോ നിങ്ങൾക്ക് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന റീപേയ്മെൻറ്റ് ഡേറ്റ് ഓക്കെ ആണോ, പ്രോസസ്സിംഗ് ഫീസ് ഓക്കെ ആണോ, ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട് ഇത് മതിയോ കൂടുതലാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് നോക്കി താഴെ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ കാണാൻ പറ്റും. ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണോ നോക്കുക. അവിടെ ഡൗൺലോഡ് സാങ്ഷൻ ലെറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സാങ്ഷൻ ലെറ്റർ ഒന്ന് വായിച്ചു നോക്കി എല്ലാ ഡീറ്റെയിൽസും വായിച്ചു നോക്കി മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്ത് ശേഷം നമ്മുടെ ഡിസ്ബേഴ്സ് ചെയ്യുന്ന ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. അതും കൊടുത്ത് മാൻഡേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയും. മാൻഡേറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് ബാങ്കിൽ നിന്ന് കട്ടാവുന്ന പരിപാടിയാണ്. സോ അതിനായിട്ട് ജസ്റ്റ് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു എഗ്രിമെൻറ്റ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ OTP കൊടുത്താൽ മാത്രം മതി. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ശേഷം അടുത്ത മാസം എന്നാണ് നിങ്ങളുടെ EMI ഡേറ്റ് അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ടിൽ നിന്ന് കട്ടായിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ അകത്ത് മാനുവലായിട്ട് ഒരു 5-6 ദിവസം മുമ്പ് റീപേ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുവഴി റീപേ ചെയ്യാം. ഓട്ടോ ഡെബിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മാനുവലായിട്ട് പേയ്മെൻറ്റ് ചെയ്യരുത്. ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു മിനിമം ഒരു 5 ദിവസം മുമ്പെങ്കിലും പേ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് വീണ്ടും ഓട്ടോ ഡെബിറ്റായിട്ട് അക്കൗണ്ട് ഫണ്ട് കട്ടാവും. സോ അത് ശ്രദ്ധിക്കുക. സോ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ജെനുവിൻ ആണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. അത്യാവശ്യം എമൗണ്ട് 10,000, 30,000 എമൗണ്ട് ഫസ്റ്റ് തന്നെ അപ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്, ആധാർ കാർഡ്, പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട്. സോ നല്ലൊരു ആപ്ലിക്കേഷനാണ്. വിത്തൗട്ട് ഇൻകം പ്രൂഫ് അത്യാവശ്യം എമൗണ്ട് തരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. സ്വന്തം റിസ്കിൽ എടുക്കുക, തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.